everyone, welcome to Competitive Cracker. എൻ്റെ പേര് സുറുമി. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ കുറച്ച് ഹാപ്പി ആയിട്ട് നിങ്ങൾക്കൊന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ? എന്തുകൊണ്ടായിരിക്കും? നമ്മൾ എല്ലാവരും ഇത്രയും നാളും കാത്തിരുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് JLT ഹിന്ദിയുടെയും അതുപോലെ HSA ഹിന്ദിയുടെയും അല്ലേ? എല്ലാവരും എപ്പോഴും നമ്മളെ വിളിച്ചിട്ട് ചോദിക്കും, എന്നാണ് നോട്ടിഫിക്കേഷൻ വരാ? ഉടനെ വരുമോ? ഈ വർഷം ഉണ്ടാവോ? JLTയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവോ? HSAയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവോ എന്നൊക്കെ എപ്പോഴും വിളിച്ച് കുട്ടികൾ ചോദിക്കുന്നതാണ്. അപ്പൊ ആ ഒരു ചോദ്യത്തിന് ഇപ്പൊ നമുക്ക് ഒരു സ്റ്റോപ്പ് വെക്കാം അല്ലെ? ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം PSC തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എക്സാം നടത്താൻ. ഓക്കെ, അപ്പൊ 2024 ഏപ്രിൽ 15 നടന്ന PSCയുടെ യോഗത്തില് അവര് തീരുമാനിച്ചത് എന്താണ്? ഏതൊക്കെ എക്സാംസ് നടത്താനാണ്? ഹിന്ദിയുടെ എക്സാംസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെ എക്സാംസ് ആണ് ഇനി നടത്താൻ, ഈ വർഷം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് നോക്കുക. ഓക്കെ, മൂന്നാമത്തെ ജില്ലാതലം, മൂന്നാമത്തെ പോയിന്റ് നോക്കുക. വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി. ഓക്കെ, അപ്പോ ഒരുപാട് ജില്ലകളിൽ, വിവിധ ജില്ലകളിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഒന്നോ രണ്ടോ അല്ല, വിവിധ ജില്ലകളിൽ, രണ്ടിൽ കൂടുതലൊക്കെ ജില്ലകളിൽ. ഇനിയിപ്പോ ഒരുപാട് ജില്ലകളിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാറുണ്ട്, നമുക്കറിയാം. ഇതിപ്പോ നോട്ടിഫിക്കേഷൻ വരാനുള്ളത് ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഫുൾ ടൈം ആണ്. ഓക്കെ, ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി നോട്ടിഫിക്കേഷൻ വിവിധ ജില്ലകളിലായിട്ട് 2024 തന്നെ നോട്ടിഫിക്കേഷൻ വരും എന്ന് PSC തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. PSC ഏപ്രിൽ 15 നടന്നിട്ടുള്ള യോഗത്തിൽ അവർ തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പൊ ഉടനെ തന്നെ നമുക്ക് ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയുടെ നോട്ടിഫിക്കേഷൻ വരും വിവിധ ജില്ലകളിൽ. ഏതൊക്കെ ജില്ലയാണെന്ന് അനൗൺസ് ചെയ്തിട്ടില്ല, എന്നാലും പല ജില്ലകളിലായിട്ട് നമുക്കത് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി വേറെ ഏതൊക്കെ നോട്ടിഫിക്കേഷൻ ആണെന്ന് നോക്കുക. 8ാമത്തെ പോയിന്റ് നോക്കുക. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി. ഓക്കെ, ഏതൊക്കെ ജില്ലകളിലാണ് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ, പാർട്ട് ടൈം HSA ഹിന്ദി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്, വരാൻ പോവാണ്. ഏതൊക്കെ ജില്ലകളിലേക്കാണ് നോക്കുക? എറണാകുളം, ഇടുക്കി ജില്ലകളിലെ പാർട്ട് ടൈം HSA, പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് ജില്ലാതലം നടക്കുന്ന എക്സാം ആണ്. ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന HSA ഹിന്ദിയുടെ നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, ഉടനെ ഒന്നും നമുക്ക് HSA ഹിന്ദിയുടെ നോട്ടിഫിക്കേഷൻ ഇനി വരില്ല. ഇത് മേ ബി ലാസ്റ്റ് എക്സാം ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ നമുക്ക് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ ഉള്ളതാണ്. അപ്പൊ 2024 എന്ന് പറയുന്നത് ഒരു വലിയ ഹിന്ദിയുടെ പല എക്സാംസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഈ വർഷത്തിലുള്ളത്. അപ്പൊ നന്നായിട്ട് പഠിക്കേണ്ട ആവശ്യകത വളരെ വലുതാണ്. അടുത്ത നോക്കുക, 9ാമത്തത്. വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി. ഇവിടെയും ജില്ല മെൻഷൻ ചെയ്തിട്ടില്ല അല്ലെ? ജില്ലകൾ ഇവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്കറിയാം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയുടെ പാർട്ട് ടൈം ഫുൾ ടൈം നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിവിധ ജില്ലകളിൽ. ഓക്കെ, അപ്പോ പല ജില്ലകളിലായിട്ടും നമുക്ക് ഈ 2024 തന്നെ നമുക്ക് ഒരു പാർട്ട് ടൈം ഹിന്ദി ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയുടെ നോട്ടിഫിക്കേഷനും അതുപോലെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയുടെ നോട്ടിഫിക്കേഷനും ഉടനെ തന്നെ നമുക്ക് വരുന്നതാണ്. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ സമയം എപ്പോ വേണമെങ്കിലും വരാം അല്ലെ? നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. കേഡറ്റ് 3, കേഡറ്റ് 4 കോഴ്സ് പാസ് ആവാത്തവർ എത്രയും പെട്ടെന്ന് അത് ക്വാളിഫൈ ചെയ്യാൻ നോക്കുക. ഇനി ഇങ്ങനെ ഒരു അവസരം നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ആ ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവര് CCയില് കേഡറ്റ് 3, 4 കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഇപ്പൊ നമ്മൾ കണ്ട നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ്? ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി, ദെൻ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി, പാർട്ട് ടൈം, അതുപോലെ തന്നെ പാർട്ട് ടൈം HSA നോട്ടിഫിക്കേഷൻസ് നമ്മൾ കണ്ടു. ഇനി ഏതൊക്കെ നോട്ടിഫിക്കേഷൻ ആണ് ഉള്ളതെന്ന് നോക്കാം നമുക്ക്. NCA നോട്ടിഫിക്കേഷനും ഉണ്ട് അല്ലെ? NCA നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നിട്ടുണ്ട്. ഏതൊക്കെ ജില്ലകളിലേക്കാണ് അത് കറക്റ്റ്? NCA നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് ഏതൊക്കെ ജില്ലകളിലാണെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി. ഓക്കെ, കണ്ണൂർ, കൊല്ലം ജില്ലകളിലും ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അത് ഒരു NCA നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നോക്കുക, ഹിന്ദു നാടാർ LCAI മുസ്ലിം കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്.
അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ആയിട്ടിരിക്കുക. നമുക്ക് JLT ഹിന്ദി, HSA ഹിന്ദി ഇത്തവണ എന്തായാലും ക്രാക്ക് ചെയ്തേ പറ്റൂ. 2024 ഒരു ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് നേടണമെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള സിലബസ് ബേസ്ഡ് സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യകത വളരെ വലുതാണ്. അപ്പൊ എന്ത് ചെയ്യുക, CCയിലേക്ക് ജോയിൻ ചെയ്യുക. CCയിൽ JLT ഹിന്ദി, HSA ഹിന്ദി കോഴ്സുകൾ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക.